സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടില് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുകയുവാണ്. ജസ്റ്റ് അഡ്വാൻസ് മാത്രം 5 ലക്ഷം കൊടുത്തിട്ടേ ഉള്ളൂ രംഗനാഥൻ വക്കീലിന്. അപ്പോൾ ഇനി വരുന്ന തുക എത്രത്തോളം വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രഭാവതി എല്ലാവരോടും പറയുന്നുണ്ട്, ഗിരീഷും രചനയും ദേവിയും ഇരിക്കാതെ അവരെല്ലാവരോടും പ്രഭാവതി പറയുന്നുണ്ട് ഒത്തിരി പൈസ ചെലവാവാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീടും നമ്മുടെ എല്ലാ പ്രോപ്പർട്ടികളും വിറ്റേ മതിയാവൂ എന്ന് എല്ലാവരും ഇരിക്കെ എല്ലാവരുടെയും സമ്മതം നമ്മുടെ പ്രഭാവതി ചോദിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയും ത്യാഗരാജനും കൂടി ഉടക്കുവാണ്. ത്യാഗരാജന്റെ ഒരു വമ്പൻ മാറ്റം നമ്മുടെ ചന്ദ്രമതിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചന്ദ്രമതിയെ ഞെട്ടിക്കുന്ന ഒരു മാറ്റം വേറൊന്നുമല്ല, നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ത്യാഗരാജനോട് പറയുന്നുണ്ട്, ബാലുവിന് തനുജയെ ഈ വീട്ടിൽ നിർത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ബാലുവിന്റെ ആഗ്രഹം ഞാൻ ഇനി നടത്തി കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, ഇല്ല, അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ബാലുവിന് വേണ്ടി അത് ചെയ്തേ പറ്റൂ എന്നൊക്കെ. അത് കേട്ടയുടനെ നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ ചന്ദ്രമതിയെ കൊല്ലാൻ ഒരുങ്ങുകയാണ്. അത്രയും കലിയോടുകൂടി നമ്മുടെ ത്യാഗരാജൻ ചന്ദ്രമതിയെ നോക്കുന്ന സീനുകളാണ് നമുക്ക് അവസാനം കാണാൻ സാധിക്കുന്നത്.